ഇപ്പൊ ഇതില് നായകനായിട്ട് ഇവരൊക്കെ പുതിയ ആളുകളാണ്. അപ്പോ വേറെ നായിക നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നായകനാണെങ്കിൽ തന്നെ വേറെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി അറിയപ്പെടുന്ന താരങ്ങളിലേക്കുള്ള ഒരു ശ്രമങ്ങൾ ആദ്യം ആലോചന ഉണ്ടായിരുന്നു അങ്ങനെ? ഇല്ല, ആക്ച്വലി നായകന്റെ കാര്യത്തിൽ വേറൊരു ഓപ്ഷൻസും എടുത്തില്ല. അതെ, എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്? എങ്ങനെയാണ്? അപ്പം ജെറിക്ക് അഭിനയമോഹം ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് അഭിനയിക്കുന്നുണ്ടെന്നുള്ളതും എനിക്കറിയാമായിരുന്നു. അപ്പം ഞാനും ആശയും കൂടാണ് ആദ്യം ഈ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 12 മിനിറ്റിനുള്ള ഡ്യൂറേഷനുള്ള സ്ക്രിപ്റ്റാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ 12 മിനിറ്റിന്റെ സാധനം ചർച്ച ചെയ്തപ്പോൾ അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതിനകത്തൊരു ഒരു കാര്യമുണ്ട്, ഒരു മെയിൽ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാശ് പറഞ്ഞു, നമുക്ക് ജെറിയെ വിളിക്കാം, ജെറിക്കും ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മുമ്പേ പരിചയം. അതെ. അപ്പൊ അങ്ങനെ ആ ഒരു ആഗ്രഹം ആശയം പറഞ്ഞപ്പോൾ ഇവര് തമ്മിൽ ക്ലാസ്മേറ്റ്സ് ആണ്, ഇവര് കോളേജ് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ജെറിയോട് പറയാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ജെറിയോട് പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഒരു 12 മിനിറ്റ് ആണ് സംസാരിക്കുന്നത്. 12 മിനിറ്റിന്റെ സ്ക്രിപ്റ്റ് ഉള്ളായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം സ്ക്രിപ്റ്റ് ഇല്ലാണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് പിന്നീടില്ലായിരുന്നു. ആദ്യത്തെ 12 മിനിറ്റിനെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരോട് പറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത സീൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവരെൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ സ്പോട്ടിൽ തോന്നുന്ന സാധനങ്ങൾ അപ്പോൾ മേക്ക് ചെയ്തെടുത്ത് തന്നെയാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഒരു പുതിയ ആളുകളായതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാ വന്നിരിക്കുന്നത്? ഇവരെ ഏത് രീതിയിൽ ഇവരെ മോൾഡ് ചെയ്തെടുക്കാം? അവൈലബിലിറ്റി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു പക്ഷേ സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നുവെങ്കിൽ ഈ അവൈലബിലിറ്റി ഉണ്ടാവത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച ഈ സിനിമയുടെ കണ്ടിന്യൂറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള മേക്ക് ഓവറിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇത് ഞാൻ പറയുന്ന കാലം വരെ, സിനിമ ഷൂട്ട് തീരുന്ന കാലം വരെയും ജെറി ആ മുടി എങ്ങനെയായിരിക്കണോ, താടി എങ്ങനെയായിരിക്കണോ, അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ആശയാണേലും അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു പോയി. അപ്പം 2023 ഒക്ടോബർ 24 തീയതിയാണ് ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നത്. 3 വർഷമായി. 2026ലാണ് ഈ സിനിമയുടെ എല്ലാ ജോലികളും അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയും നാളും എനിക്ക് ഇവർ അവൈലബിൾ ആയിരുന്നു. ആ അവൈലബിലിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു വലിയ ഗിഫ്റ്റ്. കഥാപാത്രങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ്? ഇത് ജയകൃഷ്ണൻ, അത് കമല എന്നുള്ളത് രണ്ടാമത്തെ പേരായിരുന്നു. ആദ്യം കമലയുടെ ക്യാരക്ടർ നെയിം, ആശയുടെ ക്യാരക്ടർ നെയിം ആദ്യം ശ്രീജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നെയിം ആയിരുന്നു. പിന്നീട് ആ ശ്രീജ കമലയിലേക്ക് മാറി. പക്ഷെ ജയകൃഷ്ണൻ അന്നും ജയകൃഷ്ണനായിരുന്നു, ഇന്നും ജയകൃഷ്ണനായിട്ടാണ്. അതെന്തുകൊണ്ടാണ് മാറിയത്? ക്യാരക്ടറിന്റെ പേര് മാറ്റാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കുറച്ചുകൂടെ ഭംഗി തോന്നി, കമല എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ ഭംഗി തോന്നി. പിന്നെ ഈ കഥാപാത്രം എഴുത്തിന്റെ ഒരു എഴുത്തുകാരിയായിട്ട് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. കമല സുരൈ ഇല്ല, പക്ഷെ അതിന്റെ ഒരു മാനസങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു കവിയത്രിയുടെ എഴുത്തുകാരി. സങ്കല്പം